അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ന് നേരെ മസനഗുഡിക്കാണ്. മസനഗുഡി എല്ലാവർക്കും നല്ല പരിചയമുള്ള സ്ഥലമാണ്. മസനഗുഡി നിന്ന് നേരെ ഗോപാൽസ്വാമി ഹിൽസ്. അപ്പോൾ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് യാതൊരു പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല. എന്നത്തെയും പോലെ തന്നെ നോ പ്ലാൻസ് ആൻഡ് നോ റൂട്ട് മാപ്പ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂരെ ഒരു പമ്പിൽ, പെട്രോൾ പമ്പിൽ, ഇപ്പോൾ ഇത് നയാരയുടെ പമ്പാണ്. അപ്പോൾ നയാരയുടെ പമ്പിൽ ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു. ഇതാ വണ്ടി പുറകെ കിടക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല തണുപ്പായതുകൊണ്ട് എന്താ പറയുക, ഉറക്കമൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ഭയങ്കര ഹെവി തണുപ്പാണ്. രാവിലെ അതിനെക്കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം, ഒരു ചായ കുടിക്കണം, നേരെ നാഷണൽ പാർക്ക് കയറണം. ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 7 മണിയാണ്. സമയം ഇപ്പോൾ 5 മണി ആയിട്ടേ ഉള്ളൂ. ഗൂഡല്ലൂർ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മസനഗുഡി, മൈസൂർ, ഗുണ്ടൽപേട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം. അപ്പോൾ നമുക്ക് വേണ്ടത് ലെഫ്റ്റാണ്. ഏതോ ഒരു ടൗൺ എത്തിയിട്ടാ ഇവിടുന്ന്. എടാ നമ്മൊരു കാര്യം ചെയ്യാം, പെട്രോൾ അടിച്ച ഡീസൽ അടിച്ചാലോ? ആ അവിടെ ചായ ഉണ്ടാ. ഒരു സ്ട്രോങ്ങും ബാക്കി 3 ലൈറ്റ് കിട്ടും. ചായ വെപ്പില്ലടാ. ചായ എല്ലാവരും ഇപ്പം അത്രക്കുള്ള ചായ എടുക്കില്ല. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ, ഇവിടേക്കുള്ള ചായ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ചായപ്പൊടിയല്ലേ. അതിന് നീ എടുക്കും വണ്ടി. പെട്രോള ഡീസൽ അടിക്കും. ഡീസൽ 500 അടിച്ചിട്ടേക്കാം. പെട്രോൾ ബങ്ക് ഓപ്പൺ ആയിരിക്കേ. 500 അടി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രിയാണ്, അതായത് മുതുമല നാഷണൽ പാർക്കിൻ്റെ. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 7 മണിക്ക് തുറക്കുന്നുള്ളത്. 7 മണിക്കല്ല, ആക്ച്വലി 6 മണിക്ക് തന്നെ തുറക്കുന്നുണ്ട്. ഇത് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കാടും, കാടിൻ്റെ തണുപ്പും, കാടിൻ്റെ വന്യതയും ഒക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞങ്ങൾ കുറേ നേരമായിട്ടോ, ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കഴിഞ്ഞ് ഈ കാടിനുള്ളിലൂടെ കയറിയിട്ട്. പക്ഷേ ഇത്ര നേരമായിട്ടും ഒരു കുരങ്ങിനെ പോലും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവസാനം 1-2 മാൻകൂട്ടങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഈ റൂട്ടിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ വേറെ പല ആൾക്കാരെയും ബ്ലോഗ്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കരടി, കാട്ടുപോത്ത്, മാന്, ആന, പുലി, എല്ലാ സാധനം മൊത്തം കിട്ടും. നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും കിട്ടൂല. അത് ഞങ്ങൾ ഇതിനായിട്ട് മെനക്കെട്ടിറങ്ങിയതാ. രാവിലെ വണ്ടി എടുത്ത് പോവാം, രാവിലെ പോയി കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഒന്നും ആകെ മാനിനെ മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് നോക്കാം, ഏതെങ്കിലുമൊക്കെ ഇനിയും ഉണ്ടല്ലോ, ഇനിയും കുറേ പോകാനുണ്ട്. അടിപൊളി സാധനം കേട്ടോ. ഗമ്മണ്ടൻ ഒരു കാട്ടുപോത്ത്. അങ്ങനെ മാനിനെ കിട്ടി, കാട്ടുപോത്തിനെ കിട്ടി. ഇനി നമുക്ക് പുലി. ഇപ്പൊ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നില്ലേ? നേരെ മുമ്പിലായിട്ട് നല്ല അടിപൊളി കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട്. ഈ മരത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ റൈറ്റ് എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് വരുന്നേക്ക് ഒരു ആനവളർത്ത കേന്ദ്രമൊക്കെ കാണാം. അപ്പോൾ അവിടുന്ന് റൈറ്റിൽ മസനഗുഡിക്കുള്ള റോഡാണ്. ചെറിയ റോഡാണ് കേട്ടോ, വളരെ ചെറിയ റോഡാണ്. ഈ റോഡിലാണ് ഊട്ടിക്കുള്ള വഴിക്ക് 34 ഹെയർ പിൻ ബെൻസ് ഉള്ളത്. ആ 34 ഹെയർ പിൻ വളവുകൾ താണ്ടി വേണം ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഊട്ടിക്ക് പോകുന്നില്ല. നമ്മൾ മസനഗുഡി എത്തിയിട്ട് അവിടുന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ കയറി ഗോപാൽസ്വാമി ഹിൽസിലേക്കാണ് പോകുന്നത്. എല്ലാവരും റിട്ടേൺ തന്നെ വരണം, അങ്ങോട്ട് റിട്ടേൺ വരണം. അവിടെ വന്നിട്ട് പോകേണ്ടി വരും അല്ലേ? അത്ര ഇടുങ്ങിയ വഴിയായി. നേരെ മുന്നിൽ വലിയ സമ്മതം നടക്കാണ്ട് പോകും. അതിന്റെ കൊണ്ടുകൊണ്ടിരിക്കാവൂല.
അല്ല അത് കിടക്കാച്ചല്ലോ ഒറ്റക്ക് നടക്കുന്നത് അത് ഒറ്റയാൻ മാനാ തോന്നുന്നു. മൃഗങ്ങളെടുത്തിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കി കിട്ടും. അതെന്താണ് ഫെബിനെ മൃഗങ്ങൾ എടുത്തെത്തുമ്പോ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് അറിയുന്നത്? കാടിന്റെ നിയമം എങ്ങനെയാ? അങ്ങനെ കാണുന്നില്ല. എന്താണ് അതിന്റെ ഒരു റീസൺ? എന്താ അതിന്റെ റീസൺ? എന്താ പ്രത്യേകിച്ച് റീസൺ എന്താ പറയുക? അങ്ങനെയാണ് മൃഗങ്ങൾക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഐറ്റങ്ങള് തിരിച്ചിങ്ങോട്ട് വേദനിപ്പിക്കും. അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? സത്യമാണ്. കുത്തി മറിച്ചെടുത്ത ഒരു വീഡിയോ കണ്ടില്ലേ? ഒറ്റ കൊമ്പില്ലേ അതേ മോഡൽ ഒരു കാട്ടുപോത്തിനെ നേരത്തെ കണ്ടോ? വലിയ സാധനം. ഇതിന്റെ കൊമ്പ് എന്റെ പൊന്നെ നിർത്തണ്ട നിർത്തണ്ട നിർത്തല നിർത്തല നിർത്തല. ആനനെ കിട്ടിയിന്. ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് മണം. ആ ഒരു ഷെയ്ഡ് അടിക്കുന്നതിന് കൊണ്ടേ സൂര്യൻ്റെ. അപ്പോൾ നമ്മൾ അവസാനം ഫൈനൽ മസനഗുഡി റീച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മോനെ ചായ കുടിക്കണം. വലത്തോട് വയലും ഇത് ഹോട്ടൽ തപ്പണ്ണ. ഹോട്ടൽ താടാ, ആ വലിയ ഹോട്ടലാണ്. ഭക്ഷണം കഴിക്കല്ലേ? ഇനി ഫുഡ് കഴിച്ചിട്ടൊക്കെ ബാക്കി വിശക്കുന്നുണ്ട് വല്ലാണ്ട്. മ്യാൻമാർ ചില നായ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മസനഗുഡിയുള്ളൊരു ഹോട്ടലിൽ കയറിയാണ്. ഇവിടെ നല്ല ചൂട് ദോശയും അതുപോലെ ഇഡ്ഡലിയും കാര്യങ്ങളുണ്ട്. നോൺ വെജ് ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. അടിപൊളി സീനാട്ടത്. പഴയ മോഡൽ ബസ്. സിംഹവാനെ കുരങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുരമാണ്. നമ്മൾ ഊട്ടിലേക്കുള്ള വഴിയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ 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 റോഡാണ്. കംപ്ലീറ്റ് ആയിട്ട് ചുരങ്ങളാണ്. ഹെയർപിൻ ബെൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ റൂട്ടെന്ന് പറഞ്ഞ് കുറച്ച് റിസ്കി റൂട്ടാണ്. ചെറിയ റോഡായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിസ്കി റൂട്ടാണ്. വേറെ ഓപ്പോസിറ്റ് വേറെ വണ്ടികൾ വരുന്ന സമയത്ത് സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഊട്ടിക്ക് പോകുന്ന സമയത്ത് ഹെയർപിൻ ബെൻസ് കയറി തുടങ്ങല്ലോ. കയറി തുടങ്ങുമ്പോൾ 34ാമത്തെ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊരു സ്പോട്ടാണിത്. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ആക്ച്വലി. ഇത് തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇംഗ്ലീഷിൽ ഇല്ല. അപ്പോൾ നമുക്കത് പോയി നോക്കാം. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങനെ ദൂരത്തായിട്ട് കാണുന്നത് കോടമഞ്ഞാട്ടോ. കോടമഞ്ഞ് പാസ് ചെയ്യുന്നതാണ് കാണുന്നതൊക്കെ. ആ വൈറ്റ് ഷെയ്ഡിലായിട്ട് നിങ്ങൾ കാണുന്നത് നോക്കാം.
അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോകുന്ന സമയത്ത് മസനഗുഡി എന്ന് ഊട്ടിക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്പോട്ടിൽ ഈ സ്ഥലത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. പോകുമ്പോൾ തന്നെ കുറച്ച് കോൺക്രീറ്റിനെ കൊണ്ടുള്ള കുറച്ച് ഇരിപ്പിടങ്ങളും അതേപോലെ തന്നെ കുറച്ച് മരങ്ങളും ഒരു ഒഴിഞ്ഞ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടാ ആ കാണുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപെടില്ല, പക്ഷേ നിങ്ങൾ അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായി ചെറിയൊരു പാറുണ്ട്, ഇത് അതിൻ്റെ ഫ്രണ്ട് കയറി ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ്, താഴോട്ടൊക്കെയാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മതി. അല്ലാണ്ട് വളരെ സേഫായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുത്തിട്ട് വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ദൂരത്തായിട്ടൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഇതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എൻ്റെ ഈ കറക്റ്റായിട്ട് ആ മരത്തിൻ്റെ ഇപ്പുറ സൈഡായിട്ട് ചെറിയൊരു ഒരു നീർച്ചാൽ പോലെ കാണുന്നില്ലേ നിങ്ങൾ? അത് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ. എനിക്കിവിടുന്ന് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അത് ഏറ്റവും ടോപ്പിൽ നിന്ന് വലിയൊരു പാറയാണ്. ആ പാറേൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് ഭയങ്കര ശക്തിയിൽ ഫോഴ്സ്ഫുള്ളി ഒഴുകി വരുന്ന വെള്ളമാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഇവിടേക്ക് നിന്ന് ജസ്റ്റ് ആ പാറേൻ്റെ മുകളിൽ സമയത്ത് അവനാണ് ആ പച്ച ഷർട്ടുള്ള വിഷ്ണുവാണ് എനിക്ക് സംഭവം കാണിച്ചത്. ഇപ്പോഴാണ് ആലോചിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു സൂം ലെൻസൊക്കെ ഉള്ള ഒരു SLR എടുക്കാമായിരുന്നുള്ളൂ. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ്. ആദ്യം പ്രീ പ്ലാൻ ചെയ്തൊരു ട്രിപ്പൊന്നും അല്ലാത്തതിനെ കൊണ്ട് എക്യുപ്മെൻറ്റ്സ് കുറവായിരുന്നിട്ട് ഞാൻ SLR എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ GoPro മാത്രം എടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ ബാറ്ററി എടുത്തിട്ടില്ല. ഈ വെള്ളം ഏറുന്നതിന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതില് ആ മുകളിൽ വരുന്ന എന്തൊക്കെയാണ് പറയണേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് മസനഗുഡി റേഞ്ചിലാണ്. മസനഗുഡി എന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ചുരം കയറി തുടങ്ങുമ്പോൾ 4ാമത്തെ ഹെയർപിൻ ബെൻഡ് ഉണ്ട്. ഈ 4ാമത്തെ ഹെയർപിൻ ബെൻഡിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഊട്ടിക്ക് പോകുന്നില്ല. ഊട്ടിയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഊട്ടിക്ക് പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സോ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ മസനഗുഡി വഴി തന്നെ ബന്ദിപ്പൂർ വഴി കയറി ഗോപാൽസ്വാമി ഹിൽസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗോപാൽസ്വാമി ഹിൽസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇവരെ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ ആണ്